ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻറ്റീന. ഫോറക്സ് മാർക്കറ്റിലൂടെ ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാം. അപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഫോറക്സിൻ്റെ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ്. അതായത് നമുക്ക് പെട്ടെന്ന് എൻട്രിയും എക്സിറ്റും നമുക്ക് എടുക്കാനുള്ള, പെട്ടെന്ന് എൻട്രിയും എക്സിറ്റ് എടുത്ത് പെട്ടെന്ന് പ്രോഫിറ്റ് നേടാനുള്ള മെത്തേഡാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എൻട്രിയും എക്സിറ്റും കിട്ടും. നമുക്ക് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ റിവേഴ്സിലും സാധ്യതകളുണ്ട്. പക്ഷേ നമുക്ക് ഏതൊക്കെ സിഗ്നൽ സക്സസ് ആകും, ഏതൊക്കെ സിഗ്നൽ നമുക്ക് എടുക്കാം, ഏതൊക്കെ അവോയ്ഡ് ചെയ്യാം, നമുക്ക് എങ്ങനെ എക്സിറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മുടെ ഷോട്ടിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ഗോൾഡിന് ട്രേഡ് നോക്കിയാൽ നമുക്ക് രാവിലെ നമുക്ക് ബൈ പോയി നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് മാർക്കറ്റ് പിന്നൊരു സെല്ല് ഇറങ്ങി, പക്ഷേ ചെറിയ ഡൗൺ ഇറങ്ങിയ ശേഷം മാർക്കറ്റ് പെട്ടെന്ന് റിവേഴ്സ് പോയി. അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാൻ ഇൻഫർമേഷൻ തന്നിരുന്നു. അത് കഴിഞ്ഞ് വന്ന ബൈ നല്ല ഹൈക്ക് അടിച്ചിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് 18 പോയിന്റോളം കയറി നിൽക്കുകയാണ് നമുക്ക്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ സിഗ്നൽസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന ഗ്രീൻ കളർ അപ്പാരമാണ് ബൈ. അപ്പോൾ ഈ ബൈ ട്രേഡ് നമുക്ക് തന്നിരിക്കുന്ന 1:20 നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ എൻട്രി പോയിന്റും നമുക്ക് ടാർഗറ്റും താഴെ കൊടുത്തിട്ടുണ്ട്. താഴെ 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സിഗ്നലിൽ വരുന്ന സമയത്ത് നമുക്ക് കൺഫർമേഷൻ ചെക്ക് ചെയ്യണം. അതായത് ഇപ്പോൾ സിഗ്നലിൽ ഇപ്പോൾ ഇവിടെ സെല്ല് വന്നിട്ടുണ്ട്, പക്ഷേ സെല്ല് നോക്കുമ്പോൾ താഴെ നമുക്കവിടെ ഗ്രീൻ ആയിരുന്നു. അപ്പോൾ റെഡ് തന്നെ വരണം. റെഡ് വന്നതും റെഡ് മാച്ച് ആയതും ഇവിടെ നിന്നാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ട്രേഡ് പോവുള്ളൂ. അവിടുന്ന് സപ്പോർട്ടും കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്യുറസിയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാമായിരുന്നു. ഇവിടുന്ന് ഒരു 30-33 നമുക്ക് എൻട്രി എടുത്ത് അപ്രോക്സിമേറ്റ് 27 വരെ ഇറങ്ങിയതിന് ശേഷം മാർക്കറ്റ് തിരിച്ചു പോയി. അപ്പോൾ എക്സിറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് വന്ന് ബൈ സിഗ്നൽ നമുക്ക് സോഫ്റ്റ്വെയർ തന്നിരിക്കുന്ന ഡേറ്റും നമുക്ക് അതിൻ്റെ എൻട്രിയും ടാർഗറ്റും നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ അപ്പം തന്നെ കൺഫേം ആയിരുന്നു. കാരണം കൺഫർമേഷനും നമുക്ക് റെസിസ്റ്റൻസും സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്താണ് മാർക്കറ്റിന് മേളിലേക്ക് കയറിയത്. അപ്പോൾ അവിടുന്ന് മാർക്കറ്റ് കുറച്ച് കയറി തിരിച്ച് അവിടുന്ന് ഇറങ്ങി പിന്നെയും കയറി. അപ്പോൾ ലാസ്റ്റ് വന്ന ബ്രേക്ക് ഔട്ടിൽ നിന്നാണ് നല്ലൊരു ഹൈക്ക് പോയി. ഇവിടുന്ന് സ്ട്രോങ് ആയിട്ട് ആ റെസിസ്റ്റൻസും കട്ട് ചെയ്തിട്ടുണ്ട്. ഈ റെസിസ്റ്റൻസ് സ്ട്രോങ് ആയതുകൊണ്ട് നല്ലൊരു ബ്രേക്കാണ് നമുക്ക് അവിടെ നടന്നത്. അപ്പോൾ 30-38 നമുക്ക് മാർക്കറ്റ് നമുക്ക് മേളിലേക്ക് ഒരു അപ്രോക്സിമേറ്റ് 55 വരെ ഒറ്റ കയറ്റമായിരുന്നു. അവിടെ ഒരു നല്ലൊരു ഹൈക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് ചെറുതായിട്ട് ഇറങ്ങാൻ ശ്രമിക്കുന്നു, പക്ഷേ സെൽ നമുക്കവിടെ വന്നിട്ടില്ല. തിരിച്ച് കയറാൻ അവിടെ നമുക്ക് ഇനിയും ചാൻസ് അവിടെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പ് വന്ന ബൈയും, അതായത് മോർണിംഗിൽ വന്ന ബൈയും നല്ലൊരു പ്രോഫിറ്റാണ് നമുക്ക് തന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം വന്ന ബൈയുടെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമുക്കവിടെ പോയിരിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂവേഷൻ പോയ സാഹചര്യം നമുക്കവിടെ ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് നമുക്കവിടെ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറി അവിടുന്ന് പിന്നെ തിരിച്ചിറങ്ങി 2 പ്രാവശ്യം അവിടെ ബ്രേക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോർണിംഗിൽ വന്ന ട്രേഡിന് അപ്രോക്സിമേറ്റ് 3020 നമുക്ക് മാർക്കറ്റ് 37 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ട്രേഡാണ് നമുക്കവിടെ ബൈ നടന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വന്ന സെല്ല് ഒരുപാട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ഇറക്കം, പിന്നെ അത് കഴിഞ്ഞ് മാർക്കറ്റ് എക്സിറ്റ് ചെയ്യാനായിട്ട് അവിടെ ഇൻഫർമേഷൻസ് ആയിട്ട് നമുക്ക് ഹോളോ ക്യാൻഡിൽസ് കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മാർക്കറ്റ് നല്ല അടിച്ചു കയറ്റാണ്. ഇനി അടുത്ത ട്രേഡ് പിന്നെ ഇവിടുന്ന് പിന്നെയും ബൈ കയറുവാണെങ്കിൽ റീ എൻട്രി ലെവലിൽ തരും. അതേപോലെ റെസിസ്റ്റൻസ് പിന്നെയും കട്ട് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ അടുത്ത ട്രേഡ് നമുക്കവിടെ പിക്ക് ചെയ്യാം. അപ്പം റെസിസ്റ്റൻസ് സ്ട്രോങ് ആണെങ്കിൽ നല്ല ബ്രേക്ക് ആയിരിക്കും. അത് താഴത്തെ കൺഫർമേഷൻ ബാർ ഗ്രീൻ ആണ്, ധൈര്യമായിട്ട് വേണേൽ ഹോൾഡ് ചെയ്യാം. പക്ഷേ നമുക്ക് പ്രോഫിറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ വേണമെങ്കിൽ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് ഇറങ്ങുകയും ചെയ്യാം. അപ്പോൾ ഒരു ട്രേഡ് കഴിഞ്ഞ് അടുത്ത ട്രേഡ് എടുക്കാൻ എവിടെയാണ്, പിന്നെ എവിടെ നിന്ന് എക്സിറ്റ് ചെയ്യണം, ഇനി ഹോൾഡ് ചെയ്യാൻ തിരിച്ച് കയറുമോ നമുക്ക് കൂടുതലും മനസ്സിലാക്കാൻ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ 8.1 വേർഷനിൽ നമുക്ക് എളുപ്പമുണ്ട്. ഓക്കെ.